നാളെ ഡിഗ്രി പ്രിലിംസ് രണ്ടാം ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ്. പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ ആദ്യഘട്ട പ്രിലിംസിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നോക്കാം. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണെന്നാണ്. അപ്പൊ എന്താണ് 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഐറ്റ്ന ബോൺമാറ്റിയാണ് കേട്ടോ. ഐറ്റ്ന ബോൺമാറ്റിയാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2025 ഫിഫ ബെസ്റ്റ് അവാർഡാണ്. ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ് ആണ്. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ് മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ഉസ്മാൻ ഡെബല്ലയ്ക്കാണ് കിട്ടിയത് കേട്ടോ. പഠിച്ചു വെക്കണേ. മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ഉസ്മാൻ ഡെബല്ലയ്ക്കാണ്. ഉസ്മാൻ ഡെബല്ലെ ഫ്രാൻസിന്റെ കളിക്കാരനാണ് കേട്ടോ. ഫ്രാൻസിന്റെ കളിക്കാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബ് PSG എന്ന് പറഞ്ഞ ക്ലബിലും അതുപോലെ തന്നെ ഫാൻസുകാരനുമാണ് ഉസ്മാൻ ഡെബല്ലെ. അതുപോലെ തന്നെ മികച്ച വനിതാ താരം നമ്മൾ പഠിച്ചാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. സ്പെയിൻ സ്വദേശിനിയാണ്. അതുപോലെ തന്നെ അവര് കളിക്കുന്ന ക്ലബ്ബ് ബാഴ്സലോണയാണ് കേട്ടോ. ബാഴ്സലോണയാണ്. അതുപോലെ തന്നെ ഐറ്റ്ന ബോൺമാറ്റിക്ക് തുടർച്ചയായ 3-ാം തവണയാണ് ഈ ഒരു ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ് മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസ് PSG ക്ലബ്ബ്. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റി, സ്പെയിൻ സ്വദേശിനിയാണ്. അതുപോലെ തന്നെ ബാഴ്സലോണയാണ്. തുടർച്ചയായ 3-ാം തവണയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണ്. ഇനി നമുക്ക് ഈ ഒരു പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ആർക്കാണ് ലഭിച്ചത്? ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 2025 പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ഡൊണാൾഡ് ട്രംപിനാണ്. ഡൊണാൾഡ് ട്രംപ് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ്, US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് പ്രഥമ സമാധാന പുരസ്കാരം 2025 ലഭിച്ചത്. അത് കാരണമുണ്ട്. ആ കാരണമോടെ പഠിച്ചു വെക്കണം. വാഷിംഗ്ടണിലെ കെനഡി സെന്ററിൽ നടന്ന 2026 ലോകകപ്പ് മത്സരക്രമ പ്രഖ്യാപന ചടങ്ങിൽ വെച്ചാണ് ഈ ഒരു പുരസ്കാരം കൈമാറിയത് കേട്ടോ. അപ്പൊ 2026 നമുക്കറിയാം 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് വടക്കേ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. അത് പ്രമാണിച്ചുള്ള മത്സരക്രമങ്ങളുടെ ചടങ്ങിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം സമർപ്പിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണം. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ലഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. അദ്ദേഹത്തിന് എന്തിനാണ് ലഭിച്ചത്? ലോക സമാധാനത്തിനായി നടത്തിയ വിവിധ ഇടപെടലുകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകിയതെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ വ്യക്തമാക്കി കേട്ടോ. അപ്പൊ ലോക സമാധാനത്തിലുള്ള വിവിധ ഇടപെടലുകൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിലെ ഫിഫയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാം. ആരാണ്? ജിയാനി ഇൻഫാന്റിനോയാണ് കേട്ടോ. അപ്പൊ നിലവിലെ ഫിഫ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ് നിലവിലെ ഫിഫ പ്രസിഡന്റ്. നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നും അറിയപ്പെട്ടിരുന്നു. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി കോമൺവെൽത്ത് ഗെയിംസ് ആണ് കേട്ടോ. ഈ കോമൺവെൽത്ത് ഗെയിംസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് കോമൺവെൽത്ത് ഗെയിംസിനെ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടെ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിന്റെയൊക്കെ വേദികൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ പഠിച്ചു നോക്കണം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ് ആണ്. അതുപോലെ തന്നെ 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ്, ഇന്ത്യയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ്, ഇന്ത്യയാണ് കേട്ടോ. അഹമ്മദാബാദ്, ഇന്ത്യയാണ്. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള പിന്നെ ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അവയുടെയും വേദികളൊന്ന് പഠിച്ചു വെക്കണം. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി അഥവാ ശൈത്യകാല ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? മിലാൻ കോർട്ടിന ഡാംബസോ, ഇറ്റലിയാണ് കേട്ടോ. മിലാൻ ആൻഡ് കോർട്ടിന, ഇറ്റലിയാണ്. 2026 വിന്റർ ഒളിമ്പിക്സ് വേദി മിലാൻ ആൻഡ് കോർട്ടിന, ഇറ്റലി.
2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്കയാണ് കേട്ടോ, USA ആണ്. അപ്പൊ 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, USA ആണ്. 2030 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ഫ്രഞ്ച് ആൽപ്സ്, ഫ്രാൻസ് ആണ് കേട്ടോ. 2030 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ഫ്രഞ്ച് ആൽപ്സ്, ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ 2032 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ ആണ് കേട്ടോ. 2032 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ ആണ്. 20ാമത് 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഐച്ചി നഗോയ, ജപ്പാൻ ആണ് കേട്ടോ. 20ാമത് 2026 ഏഷ്യൻ ഗെയിംസ് വേദി ഐച്ചി നഗോയ, ജപ്പാൻ. 21ാമത് 2030 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ദോഹ, ഖത്തർ ആണ് കേട്ടോ. ദോഹ, ഖത്തർ ആണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2026 ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ്? അപ്പൊ ഏതൊക്കെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, അമേരിക്ക. നമുക്കറിയാം ഈ 3 വടക്കേ അമേരിക്കൻ രാജ്യങ്ങളാണ് 2026 ഫിഫ ലോകകപ്പിന്റെ വേദിയായിട്ട് വിടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് കേട്ടോ. പഠിച്ചു നോക്കണം. 2026 ഫിഫ ലോകകപ്പ് വേദി എവിടേക്കാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡയാണ് കേട്ടോ. കാനഡയാണ്. അപ്പൊ പഠിച്ചു നോക്കണേ. അടുത്തത് ഫിഫ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ 2026 ഫിഫ ലോകകപ്പിൽ 3 മസ്കോട്ടുകളെയാണ് ഫിഫ അവതരിപ്പിച്ചത്. മസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഭാഗ്യചിഹ്നങ്ങളാണ്. ഒന്ന് മാപ്പിള്, സായു, ക്ലച്ച് കേട്ടോ. അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ ഓർത്തിക്കണേ. മാപ്പിള്, സായു, ക്ലച്ച് എന്നീ 3 മസ്കോട്ടുകളെയാണ് ഫിഫ അവതരിപ്പിച്ചത്. 2026 ഫിഫ ലോകകപ്പിന് അവതരിപ്പിച്ചത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ മാപ്പിള്. അതെന്താന്ന് നോക്കാം. മാപ്പിളിനെ അവതരിപ്പിച്ചത് കാനഡയാണ്. കാനഡയുടെ പ്രതീകമായിട്ടാണ് മാപ്പിൾ അവതരിപ്പിച്ചത്. അതായത് കാനഡയുടെ ദേശീയ പ്രതീകമായ മേപ്പിൾ ഇലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചുവന്ന നിറത്തിലുള്ള മ്യൂസ് ആണ്. ഇതൊരു ഗോൾ കീപ്പർ ആണ് കേട്ടോ. ഇതൊരു ഗോൾ കീപ്പറാണ്. അതാണ് മേപ്പിൾ കാനഡ കേട്ടോ. നോട്ട് ചെയ്തോണേ. അടുത്തത് സായു എന്ന് പറയുന്നത് മെക്സിക്കോയാണ് കേട്ടോ. മെക്സിക്കോ കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് സായു എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ സായി എന്ന് പറയുന്നത് മെക്സിക്കോയുടെ ചിഹ്നമാണ്, ഭാഗ്യചിഹ്നമാണ്. മെക്സിക്കൻ സംസ്കാരത്തിലെ കരുത്തിനെ പ്രതിനിധീകരിക്കുന്ന പച്ച നിറത്തിലുള്ള ജാഗ്വാർ, ഇതൊരു ഫോർവേഡ് കളിക്കാരനാണ് കേട്ടോ. അപ്പൊ എന്താണ് സായു? എന്താണ്? മെക്സിക്കൻ സംസ്കാരത്തിലെ കരുത്തിനെ പ്രതിനിധീകരിക്കുന്ന പച്ച നിറത്തിലുള്ള ജാഗ്വാർ ആണ്. ഇതൊരു ഫോർവേഡ് കളിക്കാരനാണ്. ഇതാണ് മെക്സിക്കോയുടെ പ്രതീകമായിട്ടുള്ള സായു. ഇനി അവസാനത്തെ ക്ലച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ പ്രതീകമാണ്. ഇതാണ് ക്ലച്ച്. അതായത് അമേരിക്കയുടെ ദേശീയ പക്ഷിയായ ബാൾഡ് ഈഗിൾ കേട്ടോ. അമേരിക്കയുടെ ദേശീയ പക്ഷിയായ ബാൾഡ് ഈഗിൾ നീല യൂണിഫോം ധരിച്ച ഈ മസ്കോട്ട് ഒരു മിഡ് ഫീൽഡർ ആണ് കേട്ടോ. അപ്പൊ ക്ലച്ച് അമേരിക്ക കേട്ടോ. ക്ലച്ച് അമേരിക്ക, സായു മെക്സിക്കോ, മാപ്പിള് കാനഡ. ക്ലിയർ ആണ്. അടുത്തത് 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താണ്? ട്രയോണ്ടയാണ് കേട്ടോ. ട്രയോണ്ടയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താണ്? ട്രയോണ്ടയാണ്. ഈ ട്രൈ എന്ന് പറയുന്നത് 3ഉം ഓണ്ട എന്ന് പറയുന്നത് തരംഗം അഥവാ വേവ് എന്നാണ്. എന്നീ വാക്കുകൾ ചേർന്നാണ് ഈ ഒരു പേരുണ്ടായത് കേട്ടോ. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താണ്? ട്രയോണ്ടയാണ്. ഈ ട്രയോണ്ട എന്ന പന്ത് നിർമ്മിച്ചത് അഡിഡാസ് കമ്പനിയാണ് കേട്ടോ. ഇനി നമ്മുടെ 2026 ഫിഫ ലോകകപ്പിലെ മുദ്രാവാക്യം എന്താന്ന് ചോദിക്കാം. VR26 എന്നതാണ് കേട്ടോ. അതായത് VR26 എന്നതാണ് ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം. അതുപോലെ തന്നെ പുതിയ യോഗ്യത നേടിയത് ഈ നമ്മുടെ ഈ 2026 ഫിഫ ലോകകപ്പിൽ പുതിയതായിട്ട് യോഗ്യത നേടിയ രാജ്യങ്ങളാണ് കേപ്പ് വെർദെ, കുറാസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇതാദ്യമായി ലോകകപ്പ് നേടി. ഏതൊക്കെ രാജ്യങ്ങളാണ്? കേപ്പ് വെർദെ, കുറാസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഇതിൽ കുറാസാവോ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ആഫ്രിക്കൻ രാജ്യമാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് ഈ ഒരു യോഗ്യത നേടുന്നത്. അതൊരു ആഫ്രിക്കൻ രാജ്യം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ടീമുകളുടെ എണ്ണം 48 ടീമുകളായിട്ട് ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതുവരെ 32 ടീമുകളാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം മുതൽ 2026 മുതൽ ടീമുകളുടെ എണ്ണം 48 ടീമുകളായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ടീമുകളുടെ എണ്ണം എത്രയാണ്? 48 ടീമുകളാണ്. ഉദ്ഘാടന മത്സരം ഇനാഗ്രേഷൻ മാച്ച് 2026 ജൂൺ 11 മെക്സിക്കോയിലെ വിഖ്യാതമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക. നോട്ട് ചെയ്തോണേ. 2026 ജൂൺ 11 മെക്സിക്കോയിലെ വിഖ്യാതമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടക്കും. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം നടക്കുന്നത്. അതുപോലെ തന്നെ ആകെ 48 ടീമുകളായതോടുകൂടി ആകെ മത്സരങ്ങളുടെ എണ്ണം 104 വർദ്ധിച്ചു. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ കേട്ടോ.
ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിംഗ് വരുന്നത്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ലൈവ് ആണ്, 1 hour ലൈവ് ആണ്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡർ സെക്ഷൻ ക്ലാസ്സസ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ്. അതുപോലെ തന്നെ ക്വാളിറ്റി PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഈ ഒരു ബാച്ചിൽ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്ത് പോവാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം വേണ്ടി കറണ്ട് അഫയേഴ്സിന് ഈ ഒരു ബാച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. പഴയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ പക്കയാക്കി തരുന്നതാണ്. അപ്പോൾ ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യൂ. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് നമ്മൾ 2026 ICC മെൻസ് T20 വേൾഡ് കപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക്, അതായത് കഴിഞ്ഞ ദിവസം നടന്നൊരു പരീക്ഷയ്ക്ക് 2024 ICC മെൻസ് T20 2024 ICC മെൻസ് T20 വേൾഡ് കപ്പ് അത് നമ്മുടെ ഇന്ത്യക്കാണ് ലഭിച്ചത്. അതിലെ ടൂർണമെന്റിലെ താരമാരാണ്, ഫൈനലിലെ താരമാരാണ് ചോദിച്ചിട്ടുണ്ട്. ടൂർണമെന്റിലെ താരം അതിലെ ജസ്പ്രീത് ബുംറയും ഫൈനലിലെ താരം ആരാണ്? രോഹിത് ശർമ്മയുമായിരുന്നു. അപ്പം ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 റീസെന്റ് ആയിട്ട് നടന്ന ICC മെൻസ് T20 വേൾഡ് കപ്പാണ്. 2026 ICC മെൻസ് T20 വേൾഡ് കപ്പിലെ വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് നടത്തിയത്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയായിരുന്നു മത്സരം. നമുക്കറിയാം ഫൈനൽ വിജയ് അഥവാ ജേതാക്കളാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ന്യൂസിലൻഡിനെ ഫൈനലിൽ 96 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. അപ്പം റണ്ണറപ്പ് ആരാണ്? ന്യൂസിലൻഡ് ആണ് റണ്ണറപ്പ്. അതുപോലെ തന്നെ 2026 ICC മെൻസ് T20 വേൾഡ് കപ്പിലെ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിലെ താരം സഞ്ജു വി സാംസൺ ആണ് ടൂർണമെന്റിലെ താരമായിട്ട് വന്നത്. അതുപോലെ തന്നെ ഈ ടൂർണമെന്റിൽ സഞ്ജു വി സാംസൺ 24 സിക്സറുകൾ അടിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കണം. 2026 ICC മെൻസ് T20 വേൾഡ് കപ്പിലെ ടൂർണമെന്റിലെ താരം സഞ്ജു വി സാംസൺ. അതുപോലെ തന്നെ ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറ, പ്ലെയർ ഓഫ് ദ ഫൈനൽ ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 2020 കിരീടങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ 2020 കിരീടങ്ങൾ എത്രയാണ്? 3 കിരീടങ്ങളാണ്. 2007, 2024, 2026. അതുപോലെ തന്നെ 2026 ICC മെൻസ് T20 വേൾഡ് കപ്പില് ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി, അതായത് 2020 മാച്ചിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ടൂർണമെന്റിൽ സെഞ്ചുറി അടിച്ചത് ആരാണ്? ഫിൻ അലൻ ആണ് കേട്ടോ. 30 പന്തിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി അടിച്ചത്. പഠിച്ചു നോക്കണേ, ഫിൻ അലൻ, ന്യൂസിലാൻഡ് താരമായിട്ടുള്ള ഫിൻ അലൻ ആണ് 30 പന്തിലാണ് ഈ ഒരു ടൂർണമെന്റിൽ സെഞ്ചുറി അടിച്ച് ഏറ്റവും ചുരുങ്ങിയ പന്തിൽ സെഞ്ചുറി അടിച്ച ഫാസ്റ്റസ്റ്റ് 2020 സെഞ്ചുറി ആയിട്ട് ഫിൻ അലൻ, ന്യൂസിലാൻഡ് 30 പന്ത് കേട്ടോ. പഠിച്ചു നോക്കണേ. അതുപോലെ തന്നെ ഒരു T20 ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം ആരാണ്? സഞ്ജു വി സാംസൺ ആണ്. 24 സിക്സറുകളാണ് അദ്ദേഹം നേടിയത്. അതോടൊപ്പം തന്നെ ഒരു പുരുഷ സീനിയർ ലോകകപ്പ് ടൂർണമെന്റ് താരമാകുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു വി സാംസൺ. ഒരു പുരുഷ സീനിയർ ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമാകുന്ന ആദ്യ മലയാളി ആരാണ്? നമ്മുടെ സഞ്ജു വി സാംസൺ ആണ്. ഇനി നമുക്ക് 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് പഠിക്കണം. നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 2025 ICC വനിതാ ഏകദിന ലോകകപ്പിലെ ജേതാക്കളാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ കന്നി കിരീടമാണ് അഥവാ പ്രഥമ കിരീടമാണ് ഇന്ത്യയുടെ ICC വനിതാ ഏകദിന ലോകകപ്പ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയാണ്. പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ്? ദീപ്തി ശർമ്മ. അപ്പൊ പഠിച്ചു വെക്കണം. ഫൈനലിലെ താരം ഷഫാലി വർമ്മയും ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാമേ. പഠിച്ചു വെക്കണം. പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മ, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മ. അതുപോലെ തന്നെ 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിക്കാം. ഹർമൻ പ്രീത് കൗർ ആണ്. PYQ ആണ്. റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. ഈ ഹർമൻ പ്രീത് കൗർ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായത്. അതോടൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ
2025 ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന് അറിഞ്ഞിരിക്കണം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വിജയികൾ ഇന്ത്യയാണ് വിജയമായിട്ട് വന്നത്. ഇന്ത്യയാണ്, റണ്ണറപ്പ് ന്യൂസിലൻഡാണ് കേട്ടോ. വിജയ് ആരാണ്? ഇന്ത്യ, റണ്ണറപ്പ് ന്യൂസിലാൻഡ്. ഈ ഒരു വേദി എവിടേക്കാന്ന് ചോദിച്ചാൽ പാകിസ്ഥാനും UAEയുമാണ് ഈ ഒരു ടൂർണമെന്റ് നടന്ന വേദികൾ കേട്ടോ. അതുപോലെ തന്നെ ഫൈനൽ നടന്ന സ്ഥലം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഈ ഒരു 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് രോഹിത് ശർമ്മയാണ്, 76 റൺസ്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് രച്ചിൻ രവീന്ദ്ര, ന്യൂസിലൻഡുമാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോകും. അടുത്തൊരു ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? അത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഐഹിക മുഖർജിയാണ് കേട്ടോ. ഐഹിക മുഖർജിയാണ്. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഐഹിക മുഖർജിയാണ്. അപ്പൊ നോക്കാം. ഐഹിക മുഖർജി ആരാണ്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പ്രമുഖ ടെന്നീസ് താരമാണ് ഐഹിക മുഖർജി. 2022 ഏഷ്യൻ ഗെയിംസിൽ, ചൈനയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ സുധീർത്ത മുഖർജിയോടൊപ്പം വനിതാ ഡബിൾസിൽ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചു. നടന്നിരുന്നാൽ മതി. അപ്പൊ ഈ നാളത്തെ പരീക്ഷയ്ക്ക് 2023 അർജുന അവാർഡ് നേടിയ മലയാളി ആരാന്ന് ചോദിക്കാം. ആരാണ്? മുരളി ശ്രീശങ്കറാണ്. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരമാരാണ്? മുരളി ശ്രീശങ്കറാണ്. 2023 അർജുന അവാർഡ് ലഭിച്ച ഏക ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരമാരാണ്? മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ഏക ക്രിക്കറ്റ് താരമാരാണ്? മുഹമ്മദ് ഷമിയാണ്. അതുപോലെ തന്നെ 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം സച്ചിൻ പ്രകാശാണ് കേട്ടോ. നീന്തലാണ് ഐറ്റം കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരമാരാണ്? സച്ചിൻ പ്രകാശ്, നീന്തലാണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് 2025 അർജുന അവാർഡ് കായിക രംഗത്തെ മികവിന് 28 കായിക താരങ്ങൾക്കാണ് അർജുന അവാർഡ് നൽകിയത്. 2025 അർജുന അവാർഡിൽ ക്രിക്കറ്റിൽ നിന്ന് ഈ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവതാരം യശസ്വി ജയ്സ്വാളിനും പേസ് ബോളർ മുഹമ്മദ് സിറാജിനും അവാർഡ് ലഭിച്ചു കേട്ടോ. അപ്പൊ 2025 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റർമാർ ആരൊക്കെയാണ്? യുവതാരം യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ പേസ് ബോളർ ആയിട്ടുള്ള മുഹമ്മദ് സിറാജും. യുവതാരം അങ്ങനെ പഠിക്കേണ്ട, ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള യശസ്വി ജയ്സ്വാളിനും മുഹമ്മദ് സിറാജിനും 2025 അർജുന അവാർഡ് ലഭിച്ചു. ഈ 2025 മലയാളികളില്ല കേട്ടോ. അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കേട്ടോ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2025 ഈ വർഷത്തെ പരമോന്നത കായിക ബഹുമതി ലഭിച്ചത് ആർക്കാണ്? സ്റ്റാർ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയ്ക്കാണ് കേട്ടോ. നീരജ് ചോപ്രയ്ക്കാണ്. പഠിച്ചു നോക്കണേ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2025 ലഭിച്ചത് ആർക്കാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോ താരമാണ്. അതുപോലെ തന്നെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 ലഭിച്ചത് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയായ 2023 ലഭിച്ചത് ആർക്കാണ്? ബാഡ്മിന്റൺ താരങ്ങളായിട്ടുള്ള സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2025 ലഭിച്ചത് ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്ര. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 ലഭിച്ചത് ബാഡ്മിന്റൺ താരങ്ങളായിട്ടുള്ള സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ 2024 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം 4 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഡി ഗുഗേഷ് ചെസ്, മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് കൗർ ഹോക്കി, അതുപോലെ തന്നെ പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, ഹൈ ജമ്പിലെ പാരാ അത്ലറ്റിക്സ് ആണ്. അപ്പൊ പഠിച്ചു നോക്കണം. ഒന്നുകൂടെ പറയാം. 2024 ചിലപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 4 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഡി ഗുഗേഷ് ചെസ്, മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ് ഹൈ ജമ്പ്. പാരാ അത്ലറ്റിക്സിൽ ഹൈ ജമ്പ്. ക്ലിയർ ആണ്? അടുത്തത് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻസ് പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ, വനിതാ സിംഗിൾസ് കിരീടം മാഡിസൺ കീസുമാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻസിലെ പുരുഷ സിംഗിൾസ് യാനിക് സിന്നർ, ഇറ്റലി സ്വദേശിയാണ്. അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് മാഡിസൺ കീസ് USA സ്വദേശിനിയാണ്. ഇനി അടുത്തത് 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ്, സ്പെയിനാണ്. കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കോക്കോ ഗൌഫ് USA. എന്നോട് പറയാം. 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം കോക്കോ ഗൌഫുമാണ്. 2025 വിംബിൾട്ടൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് കിരീടം
യാനിക് സിന്നറും വനിതാ സിംഗിൾസ് കിരീടം ഇഗ സിയാട്ടക്കും. 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം ആർക്കാണ്? യാനിക് സിന്നറും വനിതാ സിംഗിൾസ് ഇഗ സിയാട്ടക്കുമാണ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് കടന്ന 2025 യുഎസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് അരീന സബലങ്കിക്കുമാണ്. ഇനി നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ്, വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനെയാണ് കേട്ടോ. എലീന റൈബാക്കിന കിരീടം നേടുന്ന ആദ്യ കസാക്കിസ്ഥാൻ താരമായിട്ട്, അതായത് ഈ ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ കസാക്കിസ്ഥാൻ താരമായിട്ട് എലീന റൈബാക്കിന മാറിയിട്ടുണ്ട്. ചോദിക്കാൻ പരീക്ഷയ്ക്ക്. ക്ലിയർ ആണ്? ഇനി അടുത്ത ചോദ്യം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി ചെങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്ന പട്ടികയിൽ ഏത് വിഭാഗത്തിന് ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്? ഏതാണ് ചെങ്ങാതി? ഏതാണ് വരുന്നത്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയല്ല ചെങ്ങാതി എന്ന് വരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചില പദ്ധതികൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫസ്റ്റ് തന്നെ വയോമധുരം പദ്ധതി കേട്ടോ. വയോമധുരം പദ്ധതി എന്താണ്? വയോമധുരം പദ്ധതി 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. പരീക്ഷയ്ക്ക് ചോദിക്കാമേ. 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപേക്ഷകൻ അപേക്ഷക BPL വരുമാന പരിധിയിൽപ്പെട്ടവരായിരിക്കണം എന്നോട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. വയോരക്ഷാ പദ്ധതി എന്താണ്? സാമൂഹിക, സാമ്പത്തിക, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വയോരക്ഷാ പദ്ധതി നടത്താൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പാണ് വയോരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയോമിത്രം പദ്ധതി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വയോമിത്രം പദ്ധതി എന്താണ്? സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി താമസിക്കുന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളത്. അപ്പൊ അതുകൂടെ അറിഞ്ഞിരിക്കണം. എന്താണ് വയോമിത്രം പദ്ധതി? സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പരിപാലനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി താമസിക്കുന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം വഴി സൗജന്യ സേവനങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, വയോ അമൃതം പദ്ധതി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന വയോ അമൃതം പദ്ധതി 2014-15 വർഷമാണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ ആശാധാര പദ്ധതി എന്താണെന്ന് ചോദിക്കാം. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി. അതുപോലെ തന്നെ മാതൃയാനം പദ്ധതി എന്താണ്? പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. അതുപോലെ തന്നെ സശ്രതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് സശ്രതം. സശ്രതം പദ്ധതി എന്താണ്? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രതം പദ്ധതി. ഇനി അടുത്തത് K-സ്മാർട്ട്. എന്താണ് K-സ്മാർട്ട് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന പദ്ധതിയാണിത്. വിവാഹ രജിസ്ട്രേഷൻ, കെട്ടിട നിർമ്മാണ അനുമതി തുടങ്ങിയവ ഇനി ഓൺലൈനായി വേഗത്തിൽ ഈ ഒരു K-സ്മാർട്ട് വഴി ലഭിക്കും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് പുനർഗേഹം പദ്ധതി. പുനർഗേഹം എന്താണ്? പുനർഗേഹം പദ്ധതി കടലാക്രമണ ഭീഷണിയുള്ള തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. മാറ്റിപ്പാർപ്പിക്കപ്പെടുന്നവർക്ക് വീടും സ്ഥലവും വാങ്ങാൻ ധനസഹായവും പുനർഗേഹം പദ്ധതി പ്രകാരം നൽകും. ഈ പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താവ് ആരാണ്? തീരപ്രദേശത്ത് താമസിക്കുന്നവരാണ് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് മുമ്പിലുള്ള ഒരു റിലേറ്റഡ് ഫാക്ടർ എന്നുള്ള രീതിയിൽ കറണ്ട് അഫയേഴ്സ് എടുത്തത്. അപ്പൊ നമ്മുടെ നാളെ ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഡിഗ്രി പ്രിലിംസിന്റെ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ടോപ്പിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ഇട്ടിട്ടുണ്ട്,
ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാത്ത പോയിന്റുകൾ നമ്മൾ ഇത് കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിലിം അവാർഡ്സ് ആയിക്കോട്ടെ, പദ്ധതികളായിക്കോട്ടെ, ഇതിനെല്ലാം സെപ്പറേറ്റ് ക്ലാസ്സസ് ഉണ്ട്. നോവൽ പ്രൈസ് ആയിക്കോട്ടെ, എല്ലാത്തിനും സെപ്പറേറ്റ് ക്ലാസ്സസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. മാക്സിമം അത് നിങ്ങളൊന്ന് യൂസ് ചെയ്യുക നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു ക്ലാസ്സുമായിട്ട് നാളെ അടുത്ത ദിവസം ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു.